അധ്യായം 2 ശ്ലോകം 9 ഏവമുക്തോ ഋഷികേശം ഗൂഢകേശഃ പരന്തപഃ യായോത്സ്യ ഇതി ഗോവിന്ദമുക്ത തൂഷ്ണീം ബഭൂവഃ. അതായത് ആലസ്യാദി ദോഷങ്ങളൊന്നും അർജുനന് സ്വതവേ ഇല്ല എന്ന് ഭഗവാൻ അറിയാം. അതുപോലെ തന്നെ ശത്രുജയത്തിന് വേണ്ടുന്ന എല്ലാ ഓജസ്സും തേജസ്സും ഉണ്ടെന്നും ഭഗവാൻ അറിയാം. ഈ വിഷമം താൽക്കാലികമാണെന്നും അറിയാം. തളർന്നു തേർത്തട്ടിലിരിക്കുന്ന അർജുനനെ വേദമാർഗത്തിലൂടെ ഉപദേശിച്ച് സ്വഭക്തന്റെ ഈ മോഹം നീക്കി സ്വധർമ്മത്തിലേക്ക് എത്തിക്കാൻ പ്രയാസമില്ലെന്നറിയുന്ന സഞ്ജയൻ ഹ എന്ന നിപദത്തെ സൂചിപ്പിച്ചു. 10-ാം ശ്ലോകം. തമുവാച ഹൃഷികേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിതം വച. രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ വിഷാദിച്ചിരിക്കുന്ന അർജുനനെ ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, നീ ദുഃഖിക്കാൻ അവകാശമില്ലാത്ത ഭീഷ്മദ്രോണാദികളെ കുറിച്ചാണ് ദുഃഖിക്കുന്നത്. ഇത് നിന്റെ അറിവില്ലായ്മയാണ്. എന്നാൽ നിന്റെ വാക്കുകൾ വലിയ പണ്ഡിതന്മാരെ പോലെയാണ്. സത്യ നില നിനക്കറിയില്ല. കേവലം മൂഢന്മാർ മാത്രമാണ് മരണത്തെ ഓർത്ത് ദുഃഖിക്കുന്നത്. ആത്മജ്ഞാനികൾ മരിച്ചവരെയും ജീവിക്കുന്നവരെയും ഓർത്ത് ദുഃഖിക്കില്ല. ജീവിതം മരണം രണ്ടും മായയാണ് എന്നറിഞ്ഞാൽ അറിയുന്നവർ ദുഃഖിക്കില്ല. അവരെയാണ് പണ്ഡിതന്മാർ എന്ന് പറയുന്നത്. അവർ സർവം ബ്രഹ്മമയം ആയിട്ട് അറിയുന്നു. 11-ാം ശ്ലോകം. അശ്വത്ഥം പ്രജ്ഞവാദം ച ഭാഷസേ ഗതാസുന ഗതാസും ഛാനനു ശോചന്തി പണ്ഡിത. ഹേ അർജുന, ദുഃഖിക്കാൻ അവകാശമില്ലാത്ത ഭീഷ്മദ്രോണാദികളെ കുറിച്ചാണ് നീ ദുഃഖിക്കുന്നത്. അത് നിന്റെ അറിവില്ലായ്മ ലക്ഷണമാണ്. ജീവിതം മരണം എന്ന രണ്ടും ആത്മസ്വരൂപത്തോടുകൂടെ അസത്യമാണെന്നും എന്നെന്നും ഒരേ നിലയിൽ നിൽക്കുന്ന ബ്രഹ്മം മാത്രം സത്യമെന്നും അറിയുന്നവരാണ് പണ്ഡിതന്മാർ. സർവത്തിനും അധിഷ്ഠാനമായ ബ്രഹ്മത്തെ അറിയുന്നത് തന്നെ പാണ്ഡിത്യ ലക്ഷണം. അസത്തായ ദേഹാന്തികളെ അന്മത്തേന കാണുകയും അതിന്റെ ഭാവാഭാവത്തിൽ സന്താപാദികളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന നീ ശാസ്ത്രജ്ഞനോ പണ്ഡിതനോ അല്ലെന്ന് വ്യക്തമാകുന്നു. 12-ാം ശ്ലോകം. നഹം ജാതുനാസം നത്വം നമേ ജനാധിപഃ ചൈവ ന ഭവിഷ്യാമ സർവേ മയമത പരം. ദേഹേന്ദ്രിയങ്ങളിൽ നിന്നും ഭിന്നന്മാരാണ് ഈ ഭീഷ്മാദികൾ എന്ന് വന്നത് കൊണ്ടാണ് അവരെ കുറിച്ച് അശോച്യന്മാരെന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞത് എന്നറിയാതിരിക്കുന്ന അർജുനനോട് ആത്മലക്ഷണത്തെ പറഞ്ഞു ധരിപ്പിക്കുന്നു. ദേഹാദികളിൽ നിന്നും ഭിന്നനാണ് ആത്മാവെന്ന് കാണിക്കാൻ ദേഹാദികളുടെ അസത്യയും ആത്മാവിന്റെ സത്യത്തെയും സ്പഷ്ടമാക്കുന്നു. ഹേ അർജുന, തത്വപദാർത്ഥത്തിന്റെ ലക്ഷ്യാർത്ഥവും പരമാത്മാവും സർവജ്ഞനും സർവശക്തനും സ്വതന്ത്രനും അതിനാൽ തന്നെ പരമേശ്വരനുമായ ഞാൻ ഈ ഒരു കാലത്തുള്ളവനും മറ്റൊരു കാലത്തില്ലാത്തവനുമല്ല, എല്ലാ കാലത്തിലും ഉള്ളവരായിരുന്നു. അതുപോലെ തന്നെ നീയും ഈ രാജന്മാരും എല്ലാ കാലത്തിലും ഉള്ളവർ തന്നെ, ഒരു കാലത്തിലും ഇല്ലാത്തവരായിരുന്നിട്ടില്ല. ഇനി മേലിലും നമ്മളെല്ലാവരും ഉള്ളവരായി തന്നെ ഇരിക്കും. സർവജ്ഞാതാദി നിത്യഗുണസമ്പന്നനായ ഞാനില്ലെങ്കിൽ ഈ കാണപ്പെടുന്ന ലോകത്തിന്റെ സൃഷ്ടാദികൾക്ക് കർത്താവില്ലെന്ന് വരും. എന്നെ പോലെ തന്നെ നീയും ഈ ജനാധിപന്മാർ എല്ലാ കാലത്തുമുള്ള എല്ലാ ഏക ചൈതന്യമാകയാൽ ഒരു കാലത്തുള്ളവരും മറ്റൊരു കാലത്ത് ഇല്ലാത്തവരുമാകുന്നുമല്ല. ഏകമായ ചൈതന്യം മാത്രമാണ് ബഹുരൂപത്തിൽ അജ്ഞാന നിമിത്തം കാണപ്പെടുന്നെന്ന് സാരം.